നല്ല രസമുണ്ട്. ഓ എന്നാ പിന്നെ ഈ എക്സസ് അഴകൊണ്ട് പുറത്തുനിന്ന് പോയാലോ? റെഡിയാവും. പുറത്തു പോകാൻ പെട്ടെന്ന് റെഡി ആവണം. മേക്കപ്പ് ഐറ്റംസ് ഒന്നും തപ്പി നടന്ന സമയം കളയാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. ബിക്കോസ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് NYBയുടെ ഓൾ ഐ നീഡ് മേക്കപ്പ് കിറ്റ് ആണ്. ഇതിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. ഇതില് ഓരോ പ്രൊഡക്റ്റിനും വെറും 85 രൂപ മാത്രമേ വരുന്നുള്ളൂ. വാവ്. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രൈമർ ആണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മുഖം എല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് സ്മൂത്ത് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പ്രൈമറിന്റെ ടെക്സ്ചർ തന്നെ ഭയങ്കര സ്മൂത്ത് ആണ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് NYBയുടെ തന്നെ BB ക്രീം ആണ്. BB ക്രീം ഉണ്ടെങ്കിൽ പിന്നെ കൺസീലറും വേണ്ട, ഫൗണ്ടേഷനും വേണ്ട. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് അത്യാവശ്യം മാച്ചിങ്ങും ആണ്. ഇതിടുമ്പോ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. പക്ഷെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കുറെ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യലാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫേസ് നല്ല ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യും. അങ്ങനെ പൗഡറും കൂടിയിട്ട് സെറ്റ് ആയി. ഇനി നമുക്ക് കവിളൊക്കെ ഇത്തിരി ചൊമ്പിച്ചാലോ? അതെ, ബ്ലഷ് ഇടാം. നല്ലൊരു പിങ്ക് കളറാട്ടോ ഈ ബ്ലഷ്. കവിള് മാത്രം ചുവന്ന് തൊടുത്താൽ പോരല്ലോ, കുറച്ച് കണ്ണിന്റെ മുകളിലും കൂടി ഇടാം. എങ്ങനെ? നെക്സ്റ്റ് നമുക്ക് കാജൽ യൂസ് ചെയ്യാം. കാജൽ യൂസ് ചെയ്ത് ഭംഗിയായിട്ട് കണ്ണ് എഴുതി കഴിഞ്ഞാലും തീർന്നില്ല. ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലാഷസിൽ NYBയുടെ മസ്കാര കൂടെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഫോക്കസ് ചുണ്ടിലേക്കാണ്. ലിപ്സ്റ്റിക് ഇല്ലാതെ എന്താഘോഷം. നല്ല ക്രീമി മോയ്സ്ചറൈസിങ് അടിപൊളി ലിപ്സ്റ്റിക് ആണിത്. ഒരു ഫെസ്റ്റീവ് ലുക്കിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുമാതിരിപ്പെട്ട മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഫൈനൽ സ്റ്റെപ്പ് സെറ്റിംഗ് സ്പ്രേ അടിച്ച് മേക്കപ്പ് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് റെഡി. NYBയുടെ മേക്കപ്പ് കിറ്റ് പേർപ്പിളിൽ അവൈലബിൾ ആണ്. ഓർഡർ ചെയ്ത് വെറും 2 മണിക്കൂറിനുള്ളിലൊക്കെ ഡെലിവറി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഏരിയയിലുണ്ടോന്ന് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇവിടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബൈ, ഞങ്ങൾ പോയി കറങ്ങിയിട്ട് വരാം.